ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്നിച്ച് കാണുന്നു. എപ്പിസോഡുകളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി പേരും പല ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് തരാറുണ്ട്. അച്ഛന് കിട്ടാറുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഷെയറിങ്ങുകളൊക്കെ പലർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ടൊരു പുതിയ എനിക്കൊന്നും ഇതുവരെ പറയാത്തൊരു ടോപ്പിക്കാണ്. എന്നാലും പലതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബജീവിതവും സഹനവും സാധാരണ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു പ്രത്യേക എന്തിന് കല്യാണം കഴിക്കണം, എന്താണ്ട് സഹിക്കുകയാണല്ലോ, അല്ലെങ്കിൽ മുഴുവൻ കഷ്ടപ്പാടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. പക്ഷേ ആ സഹനത്തിന് അവരുദ്ദേശിക്കുന്ന സഹനം അല്ല ശരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്ന സഹനം. കുടുംബജീവിതത്തിൽ സഹനം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും സഹനങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ഒരു മനുഷ്യ ജീവിതവും ഇല്ല. പക്ഷേ ഇവിടെ കുറച്ച് പ്രയോജനങ്ങളുണ്ട് ഈ സഹനങ്ങളൊക്കെ കൊണ്ട്. അപ്പം കുടുംബജീവിതം സഹനം അത് നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുമുണ്ട്. കുടുംബജീവിതത്തിൽ ഒരു സഹനം ഉണ്ടായാൽ അതിനൊരു നേട്ടമുണ്ട്. അപ്പം നമുക്ക് നൽകുന്നൊരു പാഠം. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാമെന്നവർക്ക്. ഒന്നാമത് നമുക്ക് ഈ സഹനങ്ങൾ വരുമ്പോഴേ അതിനെ രണ്ട് വിധത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഒന്ന് തളർക്കാനായി, രണ്ട് വളരാനായി. പലരും സഹനത്തെ തളരുന്ന രീതിയിലാണ് കാണുക. ബൈബിളിൻ്റെ വ്യാഖ്യാനത്തിൽ സഹനം ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ്, ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. ഉദാഹരണം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാലെ 100 മേനി കൊയ്ത്തുത്സവം എന്ന ഉപരി നന്മ ഉണ്ടാവും. ഈറ്റക്കമ്പിൽ 9 ദ്വാരം വീഴുന്ന നൊമ്പരേറ്റാലെ ഓടക്കുഴലുണ്ടാവും. ചെമ്പ് തകിടുകൾ വെട്ടി കൂർപ്പിച്ചാലേ അരളിക ഉണ്ടാവും. ഇപ്പോഴത്തെ കൃത്രിമ നക്ഷത്രത്തിന് പകരം പണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന നക്ഷത്രമുണ്ട്. ഇപ്പോൾ സുന്ദരമായ നക്ഷത്രം വരുമ്പോൾ അതിൻ്റെ പുറകിൽ വെട്ടിമുറിച്ച ഈറ്റക്കമ്പിൻ്റെ ചരിത്രമുണ്ട്. എന്തിനേറെ ഞങ്ങൾ അമ്മമാരൊരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ എന്തുമാത്രം സഹനമുണ്ടല്ലേ. അതാണ് നമ്മൾ പറയുന്നത്. നവജാത ശിശുവിന് ചിരിക്കുന്ന മുഖത്തിന് പിൻപിൽ ഒരമ്മയുടെ പ്രസവവേദനയുടെ നൊമ്പരമാണ്. ഒളിമ്പിക്സ് മെഡലിന് മുമ്പിൽ കോമ്പറ്റീഷൻ്റെ സഹനമാണ്. സഹനം കഴിയുമ്പം ഒരു വലിയ നന്മ പുറകെ വരും. സഹനം ചെറുതാണോ, വരുന്ന നന്മയും ചെറുതാണ്. സഹനം വലുതാണോ, വരുന്ന നന്മയും വലുത്. ഉദാഹരണം, 7ാം ക്ലാസ് പാസ്സായാൽ 8ലേക്ക് വരും. +2 പാസ്സായാൽ പ്രൊഫഷണൽ കോഴ്സാണ്. IAS IFS കഴിഞ്ഞാൽ വലിയ സ്ഥാനമാണ്. ചെറിയ പരീക്ഷ ചെറിയ പ്രൊമോഷൻ, വലിയ പരീക്ഷ വലിയ പ്രൊമോഷൻ. കുടുംബത്തിൽ സഹനം വരുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ഓർക്കണം, ഞങ്ങൾ ശാന്തമായിട്ട് സഹിക്കുക. സഹിച്ചു കഴിയുമ്പോൾ ഒരു വലിയ നന്മ വരും, ഉപരി നന്മ വരും. അങ്ങനെ വരുമ്പോൾ സഹനത്തെ എടുക്കാനായിട്ട് എളുപ്പമാണ്. പൗലോസിനെ പറഞ്ഞില്ലേ, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ക്രിസ്തു രൂപപ്പെടുന്ന ഒരു ഈറ്റുനോവുണ്ട്. ഈറ്റുനോവ് പ്രസവവേദനയല്ല, ഗർഭിണി അനുഭവിക്കുന്ന 9 മാസക്കാലത്തെ പ്രത്യേകത മൊത്തം വിളിക്കുന്നതാണ് ഈറ്റുനോവ്. ഇതുപോലെ ജീവിതം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് അയ്യോ പോയി തീർന്നു, അതൊന്നും പാടില്ല. അത് കഴിയുമ്പോൾ ഒരു നന്മ വരും, ആ കാത്തിരിപ്പാണ്. അതാണ് കുടുംബത്തെ ബലപ്പെടുത്തുക. പണ്ട് നമ്മുടെ കാരണവർക്ക് സമ്പത്തില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ട്, എങ്കിലും അവർ കാത്തിരുന്നു, ഒരു നന്മ വരും. കുടിയേറ്റ പ്രദേശങ്ങളിൽ വാക്കത്തി കൊണ്ട് മേച്ചിപ്പുല്ല് വെട്ടി വഴിയൊരുക്കി. ആ വഴിയൊരുക്കിയിട്ട് ഇന്ന് ദേശീയപാത വന്നു, ഉപരി നന്മ. പാള കൊണ്ടും ചെറിയ ഇല്ലിക്കമ്പ് കൊണ്ടും ചെറിയ കുരിശ് നാട്ടി വെച്ചു. അതിന്ന് കത്തീഡ്രൽ പള്ളികളാണ്, ദേവാലയങ്ങളാണ്. ഒരു പള്ളി ഉണ്ടായപ്പം പള്ളിയോട് ചെന്നൊരു കവലയുണ്ടായി, അത് പള്ളിക്കവലയായി. പള്ളിയോട് ചെന്ന് പിള്ളേർക്ക് പഠിക്കാൻ ഷെഡായി, അത് പള്ളിക്കൂടമായി. അപ്പം കുഞ്ഞു നൊമ്പരത്തിൽ നിന്നും വലിയ നന്മകൾ വരാറുണ്ട്. അപ്പം കുടുംബത്തിൽ ഓർക്കണം, ഒരുപക്ഷെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെ എല്ലോസിനെ ഉൾക്കൊള്ളാൻ പാട്, മകളുടെ പെരുമാറ്റം പാട്, അതിനൊക്കെ നമ്മൾ പരാതി പറഞ്ഞു പോയാൽ ഒരു നേട്ടവുമില്ല. കാത്തിരിക്കണം, ഒരു ഉപരിനന്മ വരും. എൻ്റെ കാത്തിരിപ്പ് വഴി ഞാൻ പരാതി പറയാതെ ഒരു സഹനം കേൾക്കും, അതുവഴി എൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് ഒരു നന്മ വരും. ആ കാത്തിരിപ്പാണ് പ്രധാനം. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു അച്ഛൻ പറഞ്ഞപ്പോഴേ, നമ്മൾ കുറച്ച് സഹിച്ചാൽ കുറച്ച് നന്മ, ഒരുപാട് സഹിച്ചാൽ അല്ലെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് വലിയ വലിയ നന്മകൾക്കെന്ന്. ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ലാത്തൊരു പാഠമാണ്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന അവരുടെ വിജയങ്ങൾ, നേട്ടങ്ങൾ അത് മാത്രമായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള ആ കഷ്ടപ്പാട്, സഹനം, ബുദ്ധിമുട്ടൊക്കെ സത്യത്തിൽ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വലിയ എഫേർട്ട് എടുത്തവർ മാത്രമേ ഉള്ളൂ, ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയവർ മാത്രമേ ഉള്ളൂ അത്ര ഉയർച്ചയിൽ എത്തിയിട്ടുള്ളൂ. അല്ലാതെ ഒരു ലോട്ടറി എഫക്റ്റ് ഒന്നും ആർക്കും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് സുന്ദരന്മാരും സുന്ദരികളും
നിൽക്കുമ്പം അതിൻ്റെ പുറകിൽ പല്ല് പറഞ്ഞ മോണയും നരച്ച മുടിയുണ്ട്. ഇന്ന് വലിയ ബുദ്ധിമതി എന്ന് പറയുന്നിടത്ത് അവർക്ക് വേണ്ടി എരിഞ്ഞടങ്ങിയ ഒരുപിടി ജീവിതങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഉപരിനന്മ വരിക. ഇപ്പം നമ്മുടെ മലയാളം കേരളദേശം ഇത്രയും പുരോഗമിച്ചെങ്കിൽ എത്രയോ പേരുടെ സഹനമുണ്ട്. തീർച്ചയായിട്ടും. അതിൻ്റെ ബാക്കിയില്ല നമ്മൾ ഇന്നത്തെ ഗ്ലോറി എന്ന് പറയുക. പലരും ഏതാണ്ട് ഞാനെന്തോ നേടിയെന്ന് പറയും. ഒരിക്കലും ശരിയല്ല. ഇനി നമ്മൾ ഇന്ന് സഹിച്ചോ ഉപരിനന്മ വരും. നമ്മൾ ഇനി സുഖിച്ചോ ലഹരിയും കള്ളക്കടത്തും പെണ്ണുപിടിയുള്ള തലമുറയായിട്ട് അങ്ങ് മാറും. സഹിച്ചാലേ നന്മ വരും. ശരിക്കും ഞാനോർക്കും നമ്മുടെ പേരൻസിനെയൊക്കെ നമ്മൾ ഓർത്തു പോകുമല്ലേ. അവരുടെയൊക്കെ കഷ്ടപ്പാടും സഹനവുമാണ് മക്കളെയൊക്കെ ഇത്രയും നിലയിൽ എത്തിച്ചതെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ സഹനം വരുമ്പം വേറൊരു വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ദൈവത്തെ കാണാനുള്ളൊരവസരം. ഈ ശപിക്കാതെ ഇത് ഒരു പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ദൈവസ്നേഹം ഇത്രയും ആഴത്തിൽ അറിയാൻ പറ്റിയ ഒരു അവസരമില്ലെന്ന് തോന്നുന്നു. അത് എനിക്കൊരു അനുഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോവിഡൊക്കെ ഒത്തിരി വന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആ കഷ്ടപ്പാടിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൈവസ്നേഹവും ഒരു ദൈവ സാന്നിധ്യവും ജീവിതത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അച്ഛൻ അങ്ങനെ തോന്നുന്നില്ലേ അങ്ങനെ പറയാനായിട്ട്? നമ്മൾ ബൈബിളിലേക്ക് നോക്കിയാൽ തന്നെ അതിൻ്റെ അടയാളം കാണാവേ. 2 കണ്ണും തുറന്നിരുന്നപ്പോൾ സാവൂൾ ക്രിസ്തുവിനെ കണ്ടില്ല. ദമാസ്കസിൻ്റെ തെരുവിൽ 2 കണ്ണിൽ അന്ധത ബാധിച്ചപ്പോഴാണ് കണ്ടത്. വിശ്വസിക്കുന്ന മനുഷ്യന് നൊമ്പരങ്ങളും സഹനങ്ങളും ദൈവത്തെ കാണാനുള്ള വഴിയാണ്. നിരീശ്വരവാദിക്ക് ദൈവമില്ലല്ലോ. അവന് പിന്നെ എല്ലാം സയൻസിൻ്റെ ജസ്റ്റ് അങ്ങ് സംഭവം അങ്ങനെ എടുത്തുവിടത്തേ ഉള്ളൂ. പക്ഷെ വിശ്വസിക്കുന്നവന് സഹനം ദൈവത്തെ കാണാനായില്ല. ഉദാഹരണം, ഒരു കുടുംബത്തിൽ ഒരാൾ കുടിച്ച് അങ്ങേയറ്റമാവും. മെഡിക്കൽ സയൻസിന് രക്ഷിക്കാൻ പറ്റിയല്ല. ഭാര്യയും മക്കളും വീട്ടുകാരും ചേർന്ന് ഒരു ധ്യാനം തെറ്റിപ്പോകും. ഒരുമിച്ച് ദൈവത്തെ കാണുന്ന അവസരമായി ഈ കുടിയൻ്റെ സഹനം മാറും. ഒരു വീട്ടിൽ ഒരു മരണം വരും. എല്ലാവരും വേദന അനുഭവിക്കാൻ വേണ്ടി പോകും ധ്യാനമന്ദിരങ്ങളിൽ. അപ്പം ദൈവത്തെ കാണാനുള്ള ഒരവസരമായിട്ട് വിശ്വസിക്കുന്നവർ സഹനത്തെ കാണും. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ രീതി എല്ലാം നേരെ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കുന്നവരാണ്. അതേ സമയത്ത് പന്നി നേരെ നിൽക്കും, മുകളിലോട്ട് നോക്കണോ കോടാലിക്ക് പിടയ്ക്ക് അടിയിടണം. ഇതുപോലെ മനുഷ്യന് ഓരോ പന്നിയുടെ സ്വഭാവമുള്ളവരാണ് അല്ലേ. മുകളിലോട്ട് നോക്കണോ ഒരു കൂട്ടി കിട്ടണം. അത് സത്യ നോക്കാൻ വേണ്ടി ദൈവം കൂട്ടുന്നതാണെന്ന് വെച്ചാൽ അല്ല. ഒരു ജീവിത യാത്രയെ കടന്നു പോകുമ്പം ഇങ്ങനെയുള്ള കൊട്ടുകളാണ് ദൈവത്തെ നോക്കാനും ദൈവത്തെ കാണാനുമുള്ള ഒരവസരം നമ്മളിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സകലം എന്തിനു വേണ്ടി? ദൈവത്തെ കാണാൻ. നമ്മുടെ പഴയകാല അപ്പനപ്പൂപ്പന്മാർ അമ്മമാരൊക്കെ വേദന വന്ന ഭാഗം വിളിച്ചത് തമ്പുരാൻ. വേറെ ആരുമില്ല. ദൈവമെന്ന് വിളിച്ചു, വേറെ ആരെ വിളിക്കാനാ? എന്തു വന്നപ്പോഴും ദൈവമെന്ന് വിളിച്ചു. സന്തോഷം വന്നപ്പം ദൈവത്തിന് നന്ദി, വേദന വന്നപ്പം തമ്പുരാന്. ഇതേ ഉള്ളൂ. അപ്പം അത് ശരിക്കും ഒരു സഹനം വരുമ്പോൾ അത് ദൈവത്തെ കാണാനും ദൈവത്തിലേക്ക് നോക്കാനുള്ള ഒരു വഴിയുമായിട്ട് നമ്മളിതിനെ കാണണം. അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാതെ ജീവിതം അവസാനിപ്പിച്ചേക്കാം. എൻ്റെ കഥ കഴിഞ്ഞു, അത് നിരീശ്വര ചിന്തകൾ അങ്ങനെ കൊണ്ടുപോകാം. അല്ല, ഇന്നിപ്പോൾ ഒരുപാട് അങ്ങനത്തെ ചിന്തകൾ വരുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കുമായിരുന്നു, ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ലൈഫൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഒരു ആവശ്യവും ഇല്ലല്ലോ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അപ്പം മക്കൾക്കൊരു ഇഷ്യൂ. എന്തിനാണ്? നമുക്കെല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുമ്പം ഈ അച്ഛൻ പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് അങ്ങോട്ട് നോക്കാനുള്ള ഒരു അവസരം ഇടയ്ക്കിടയ്ക്ക് തരുന്നതാണ്. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാണ്. ലോകത്തിൻ്റെ ഗതി അതാ. എല്ലാം അങ്ങേയറ്റം ആഘോഷവും ആവേശവും ആർഭാടമായപ്പം കേരളത്തിൽ ചെറുതായിരുന്നു ഭൂമി ഉലങ്ങി. അതെ, ഒരു കുലുക്കം വന്നു. ഇപ്പം മനുഷ്യൻ റിയോ ഇത്ര ഉള്ളല്ലോ ദൈവമേ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചിക്കൻ കുനിയാവും. അപ്പോഴത്തേക്ക് പിന്നെയും മനുഷ്യന് എല്ലാം കഴിയും മനുഷ്യൻ മറക്കും. മനുഷ്യൻ്റെ രീതി കോഴിപ്പടയെ പോലെ മനുഷ്യൻ. കോഴിക്കുഞ്ഞിനെ പരുന്ത് റാജുമ്പം ഭയങ്കര ബഹളം 5 മിനിറ്റ്, പിന്നെയും കോഴി കുത്തി അങ്ങ് പോകും. ബൈബിളിൽ മുഴുവനാണല്ലോ. പുറപ്പാടിന്റെ പുസ്തകം നോക്കുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മറക്കുന്നു, വീണ്ടും എന്തെങ്കിലും സംഭവിക്കുന്നു, അങ്ങനെ. അല്ല, മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലേ ശരിക്കും അത്. നമുക്കപ്പോൾ ഒരു സഹനം ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് നല്ലതാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്ററാണ് വ്യക്തിപരമായ ജീവിതത്തിൽ പോലും അല്ലേ. അതെ, മഹാപ്രളയം വന്നു, ഓർത്ത് ഇനി മനുഷ്യൻ ദൂരത്തൊക്കെ നിർത്തുമെന്ന് ഓർത്തു, വീണ്ടും പോയി. അപ്പം കോവിഡ് വന്നു, ഇനി അനങ്ങുകയെന്ന് ഓർത്തു. അത് കഴിയുമ്പം വീണ്ടും ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പം ഒരു ബാലൻസിങ് ആവശ്യമാണ്. ബ്രേക്കില്ലാതെ പോകുന്ന വണ്ടി ഏതെങ്കിലും മരത്തിലോ മതിലോ ഇടിച്ച് നിന്നേ പറ്റും.
ആ ജീവിതം അങ്ങനെ മൂക്കുകാർ ഒരു വിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. അതെ. പല ചെറുപ്പക്കാർക്കും സംഭവിക്കുന്ന ആപത്ത് തന്നെയാണ്. ഈ ഭാഷ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചെറുപ്പക്കാർക്ക് നല്ല ഒത്തിരി ആത്മഹത്യകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സഹനത്തെ ഈ സഹനം ശരിക്കും നമ്മൾ വ്യക്തികളായ നമ്മളെ കുറച്ച് മോൾഡ് ചെയ്യാനും കൂടെ നല്ലതാണല്ലോ. ഒരു പച്ച മനുഷ്യരാക്കി തീർക്കാനുള്ള ഒരു സംഗതി ഈ സഹനത്തിനുണ്ട്. ആ രീതിയിലായി തീരാത്തവരാണല്ലോ ഈ സൂയിസൈഡും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ ആയി തീരാൻ നമ്മൾ സഹനത്തെ എങ്ങനെയാ കാണണ്ടേ? ശരിക്കും സഹനം നമ്മൾ അങ്ങനെ ആക്കുന്നുണ്ട്, നമ്മളെ ഒത്തിരി ബോൾഡ് ആക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അപ്പം അത് അങ്ങനെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ സഹനം ഓരോന്നും വരുമ്പോഴേ ചുമ്മാ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ആവശ്യം. എന്തിനാ ഞാൻ വരുത്തി വെച്ചതല്ല, ഇതിൻ്റെ ആവശ്യമില്ല, പിന്നെ എന്തിനിത് എനിക്ക് ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പം പ്രകൃതിയിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ നമ്മൾ കിട്ടും. നെല്ല് മുഴുവൻ ഉമ്മിയാണ്, പക്ഷെ കുത്തി കുത്തി കഴിയുമ്പോഴാണ് അരിയായിട്ട് മാറുക. സ്വർണം തീയിലിട്ട് ശോധന ചെയ്താണ് തനി സ്വർണമായിട്ട് മാറുക. ഗോതമ്പ് മണി ഇടിച്ചിടിച്ച് പൊടിച്ചാണ് ഓസ്തിയായിട്ട് മാറുക. മുന്തിരിങ്ങ പിഴിഞ്ഞാണ് വീഞ്ഞായിട്ട് മാറുക. ജീവിതം അങ്ങനെയാണ്, പൊടിക്കപ്പെടും, പിഴിയപ്പെടും. ചുമ്മാ ഇരുന്ന് കൊടുക്കണം. അങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പം നമുക്ക് അർത്ഥം ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഗോതമ്പ് മണിക്ക് ഓസ്തിയാകാൻ ആഗ്രഹമില്ലെങ്കിൽ പറിക്കുന്നവരെയും പൊടിക്കുന്നവരൊക്കെ ശപിക്കാം. ഓസ്തിയാകാൻ ആഗ്രഹമുണ്ടോ ശാന്തമായിട്ടിരുന്ന് കൊടുക്കും. അപ്പം നമുക്ക് ഓരോ നമ്പരും തരുമ്പം ഇത് ദൈവത്തെ കാണാനുള്ള ദൈവ വഴിയാണ്. അങ്ങനെ തിരിച്ചറിയുമ്പം അവരാധിയും പരാതിയില്ല, നമ്മൾ വളരെ ശാന്തരായ മനുഷ്യരായിട്ട് ജീവിച്ചു പോകും. അതല്ല, മനസ്സിന്റെ ഒരു ശക്തി കൂട്ടുന്നതിൽ ഈ സഹനത്തിന്റെ പങ്കെന്താ? മനസ്സിന് നല്ല സ്ട്രോങ് ആകാനായിട്ട് ശരിക്കും വളരെ വീക്കായിട്ടുള്ള പല പേഴ്സൺസും ഒരു സഹനം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇതൊന്നും ഒരു ഏക്കില്ല എന്നുള്ള രീതിയിൽ പോകുന്ന കാണാം. ഇതിനപ്പുറം ചാടിക്കിടന്നവനല്ലേ എന്നുള്ള രീതിയിലാണ് മനുഷ്യരുടെ പലരുടെയും. അത് വളരെ പോസിറ്റീവായിട്ട് നേരിട്ടവരൊക്കെ അങ്ങനെയാണ്. അപ്പൊ മനഃശക്തി കിട്ടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സഹനം പോരട്ടെന്ന് വിചാരിക്കുമല്ലേ? പച്ചയ മനുഷ്യരും സഹനശക്തിയും മനഃശക്തിയും എല്ലാം കിട്ടുന്ന ഒരു മനക്കെട്ടി കൂടാനായിട്ട് സഹനം സഹായമാണ്. നമ്മൾ ബൈബിളിൽ നിയമാവർത്തനം 32 10 മുതൽ വാക്യങ്ങൾ, തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കുമെന്നാണ്. ചുണ്ടിൽ കുഞ്ഞിനെ വഹിക്കുകയും കുടഞ്ഞെറിയുകയും ചെറുകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മ കഴുകൻ. അത് കഴുകൻ്റെ പാഠമാണ് കുടുംബത്തിൻ്റെ പാഠം, അത് ദാമ്പത്യത്തിൻ്റെ പാഠം, ജീവിതത്തിൻ്റെ പാഠം. കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിൻ്റെ മുകളിലാണ്, വൃക്ഷത്തിൻ്റെ ഉന്നത ശിഖരത്തിലാണ്. അങ്ങനെ മുട്ടയിടുമ്പോൾ കൂട് മെനയും. കൂട് മുള്ളിൻ്റെ വള്ളിയുണ്ട കഴുകൻ, അതിനെ ആരും പഠിപ്പിച്ചതല്ല, മുള്ളിൻ്റെ വള്ളിയുണ്ട. അതിനകത്ത് പഞ്ഞി, പുല്ല്, വൈക്കോലൊക്കെ വെക്കും, തുണി, മുട്ടയിടും. 20 ദിവസമാകുമ്പം തോട് കുത്തിപ്പൊട്ടിച്ച് കുഞ്ഞു കഴുകൻ ഇറങ്ങി വരും. അമ്മ പറന്നു കിടന്ന് ഭക്ഷണം ശേഖരിക്കും, ചവച്ചരി ജ്യൂസ് പോലാകും. കുഞ്ഞിൻ്റെ ചുണ്ട് വായി കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്ന പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 45 ദിവസം കഴിയുമ്പം മേന് മുഴുക്കും, പപ്പ ഒഴുക്കും, ദേഹം ബലപ്പെടും. പക്ഷെ കുഞ്ഞിന് പറക്കാൻ മടിയാണ്. അപ്പോൾ അകത്തിരിക്കും, ഭാരം കൂടും, ദേഹം തിങ്ങി ചെല്ലുമ്പം പുറത്തെ മുള്ളകത്തേക്ക് കുത്തിക്കയറുമ്പം ഇതിന് സഹിക്കാൻ മേല, കൂടിൻ്റെ പക്കത്തൊന്നിരിക്കും. അപ്പോൾ അമ്മ കഴുകാൻ ബലമുള്ള ചുണ്ടുകൊണ്ട് കൊത്തിയിടും, മുകളിലേക്ക് പറന്നു വരും. അങ്ങ് മുകളിൽ ചെന്നിട്ട് ഒറ്റ കുടച്ചിൽ ചുണ്ടേന്ന് പിടിപിടുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട് വീഴുന്ന വഴിക്ക് ഓർക്കും വളർത്തിയിട്ട് കൊല്ലുക. തള്ളക്കഴുകൻ പറന്നിറും, വിശിരി പോലെ വിശാലമായ ചെറു മുറം പോലെ വിരിച്ചു പിടിക്കും. തലയും കുത്തി വീഴുന്ന കുഞ്ഞു കഴുകൻ അമ്മയുടെ ചിറകേല. 8ാമത്തെ പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കുഞ്ഞു കഴുകാൻ പറക്കാൻ പഠിക്കും. ഇതുപോലെയാണ് നമുക്ക്. ചിലപ്പം സമ്പത്ത് തകരും, ചിലപ്പോൾ ഇഷ്ടംപോലെ കാശുണ്ടാവും, ചിലപ്പം നമ്മൾ മൂഡ് ഔട്ടാവും, ചിലപ്പം നല്ല മൂടാവും, ചിലപ്പം കരയും, ചിലപ്പം ചിരിക്കും, ചിലപ്പം ദൈവം പിടിച്ച് ഉന്തും, പക്ഷെ വീഴിക്കുകയില്ല, വളയ്ക്കും, ഒടിക്കുകയില്ല. ഇതുവഴിയാണ് മനക്കെട്ടിയുടെ തലമുറ വളർന്നു വരിക. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും മനക്കെട്ടിയുള്ളത് പഞ്ചാബികൾക്കുണ്ട്. പാകിസ്ഥാൻ അതിർത്തി യുദ്ധത്തെ എപ്പോഴും നേരിടുന്ന പശ്ചാത്തലമാണ്. അപ്പോൾ ആ ഒരു മനക്കെട്ടി സഹനമാണ് തരിക. അതുകൊണ്ടാണ് ഒരുമിച്ച് നിന്ന് ഭർത്താവും ഭാര്യ ഒരുമിച്ച് സഹിച്ച കുടുംബങ്ങളിൽ പിന്നീട് ബലമുണ്ടായി, മക്കൾ മെച്ചപ്പെട്ടു, എന്തിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടായി. കടലിൽ നീന്തിയവൻ തോട് കണ്ടാൽ പേടിയില്ലല്ലോ, ആ രീതിയിലേക്ക് മാറാൻ തുടങ്ങി. നമ്മൾ ചെറുതും വലുതുമായ ഏത് സഹനവും ശരിക്കും ഫേസ് ചെയ്തുള്ള നല്ല മനക്കെട്ടിയും മനഃശക്തിയുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറും. അപ്പം കുടുംബത്തിലെ സഹനം, വ്യക്തിപരമായ സഹനം എന്തിനു വേണ്ടി ചോദിച്ചാൽ മനഃശക്തിയും മനക്കെട്ടിയുള്ളവരാകാൻ ദൈവം തരുന്ന അവസരമാണ്.
അച്ഛൻ പറഞ്ഞാൽ എനിക്ക് ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് സഹിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ. സഹനങ്ങളുടെ കാലം വരുമ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് എല്ലായിടത്തും ഉള്ളത്. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഡയലോഗാ, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളപ്പം ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ. അത് അതായത് അപ്പൊ ഒരു സഹനവും കാലങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കാനൊക്കെ ഉള്ള ഒരു മനസ്സും കൂടെ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇതിനെ നേരിടാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ഓർത്തത്, ഈ പകരം അതായത് ഇപ്പം ഭർത്താവാണ് ഇപ്പം മദ്യപിച്ചു ഭയങ്കര സമ്പത്തെല്ലാം തകർക്കുന്നു, പക്ഷെ അതിന്റെ സഹനം മുഴുവൻ ഭാര്യയ്ക്കായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ മക്കള് വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു രോഗിയായ ഒരാൾ വരുന്നു, പക്ഷെ അവര് അങ്ങനെ കിടന്നിരുന്നാലും അതിന്റെ ശുശ്രൂഷയും ഭാരവും സഹനവും ഒക്കെ ചിലപ്പോൾ വീട്ടിൽ നിൽക്കുന്ന മറ്റുള്ളവർക്കായിരിക്കും. അപ്പൊ ഈ പകരം സഹിക്കുന്ന കുറെ പേരുണ്ട്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു ഒക്കെ. അപ്പൊ അത് കുടുംബജീവിതത്തിൽ മാത്രം കാണുന്നൊരു വലിയ പ്രത്യേകതയാണ്. അമ്മയ്ക്ക് വേണ്ടി അപ്പൻ സഹിക്കുന്നു, അപ്പൻ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു നന്മ എന്താണ് ശരിക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പം? പകരം സഹനം ഈ യെശയ്യാ പ്രവചനം മുതൽ പഴയ നിയമത്തിൽ കാണാം. അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ രോഗങ്ങളായിരുന്നു. ഒരു പകരം സഹനം കർത്താവിൻ്റെ യഹോവയുടെ ദാസൻ ഉണ്ട്. ഇത് ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠമാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് പകരം സഹിച്ചാൽ എന്തെങ്കിലും നന്മ ലോകത്തുണ്ടാവുള്ളൂ. ഉദാഹരണം, നിങ്ങളൊക്കെ അധ്യാപകർ എക്സ്ട്രാ സമയം കൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് ഒരുപാട് സഹിക്കുമ്പോഴാണ് നല്ല വിദ്യാർത്ഥികൾ റിസൾട്ട് വരിക. എത്രയോ സാറന്മാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ നിപ്പ വൈറസും കോവിഡൊക്കെ വന്നപ്പം എത്ര ഡോക്ടർമാർ നഴ്സുമാരെ സഹിച്ചവരും മരിച്ചവരും. അങ്ങനെ സഹിച്ചപ്പോഴാണ് ഒരുപാട് രോഗികൾ സൗഖ്യമുള്ളവരായിട്ട് മാറിയത്, അല്ലേ? തീർച്ചയായിട്ടും. ഇതുപോലെ ഒരു അമ്മ ഒരുപാട് സഹിക്കുമ്പോഴാണ് മക്കൾക്ക് നന്മ വരിക. അപ്പൻ ഒരുപാട് സഹിക്കുമ്പോഴാണ് മക്കൾക്ക് നന്മ വരിക. ചില സമയത്ത് ഓർക്കണം, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത ഒരു ഭാര്യയാണ് ദൈവം തന്നത്. ഒന്നുകൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആ സഹനം മക്കൾക്ക് വേണ്ടി ചേർന്ന് സഹിക്കുമ്പോൾ കുടുംബത്തിൽ നന്മ വരും. എനിക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്ത ഭർത്താവിനെ തന്നിരിക്കുന്നു, പക്ഷേ കുടുംബത്തിൽ നന്മയ്ക്ക് വേണ്ടി ഒരു ഭാര്യ അങ്ങ് സഹിക്കുമ്പോൾ ആ കുടുംബത്തിൽ നന്മ വരും. അപ്പനമ്മമാർ ഒരുപാട് സഹിച്ചപ്പോഴല്ലേ മക്കളുടെ നന്മ. പണ്ട് അമ്മ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് മക്കൾക്ക് വറ്റു കൊടുക്കുമായിരുന്നു. അമ്മ കീറത്തുണി കൊടുത്തിട്ട് മക്കളെ നല്ലത് കുടിപ്പിക്കും. അമ്മ ക്വാറന്റൈനിലിരുന്നിട്ട് മക്കളെ കസേരയിലിരുത്തും. അങ്ങനെ സഹിച്ചവരുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സുന്ദരന്മാരും സുന്ദരികളും സമർത്ഥനും സാമർഥ്യമുള്ളവരും ഒക്കെ ആയിട്ട് ഒരു ജനം രൂപാന്തരപ്പെട്ടു വന്നത്. പുറകോട്ട് നോക്കിയാൽ ഒരു പകരം സഹനത്തിന് ചരിത്രം കാണാം. ശരിക്കും ഇന്ന് ഈ പകരം സഹിക്കാനൊക്കെ എല്ലാവരും ഒരു സെൽഫിഷ് മൈൻഡാണല്ലോ എല്ലാവർക്കും. നമുക്കെന്ത് പ്രയോജനം, ഇപ്പം ഇന്നയാൾക്ക് വേണ്ടി സഹിച്ചിട്ട് ഞാൻ ഇയാളുടെ കൂടെ കഴിഞ്ഞിട്ട് അല്ലെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്കെന്താ, അങ്ങനത്തെ ഒരു തലമുറയാണ്. പക്ഷെ അവരറിയുന്നില്ല അവർ പോലും ആ പൊസിഷനിലെത്തി നിൽക്കുന്നത് പലരും സഹിച്ചിട്ടാണ് എന്നുള്ളത് ഓർക്കുന്നില്ല. പിന്നെ സഹനം ഇഷ്ടമില്ലല്ലോ, എന്തിനാ കല്യാണം കഴിക്കുന്നത്? അതിലും ഭേദം ഒരുമിച്ച് അങ്ങ് ജീവിച്ചാൽ മാത്രം ലിവിങ് ടുഗദർ പോരെ. കാരണം പ്രസവവേദന വേണ്ട, കുഞ്ഞിനെ പരിപാലിക്കുന്ന ഉറക്കള വേണ്ട, കഷ്ടപ്പാട് വേണ്ട. അങ്ങനെ എല്ലാവരും അങ്ങ് ചിന്തിച്ചാൽ പിന്നെ ലോകം അവിടെ പോയി നിൽക്കും എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി സഹിച്ചുകൊണ്ടല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. ഫാദർ ഡാമിയൻ സഹിച്ചുകൊണ്ടല്ലേ കുഷ്ഠരോഗികൾക്ക് വിടുതൽ. മദർ തെരേസ സഹിച്ചപ്പോഴല്ലേ കൽക്കട്ടയുടെ ഒരു മോചനം. ഇതുപോലെ നമുക്കിടയിൽ ഒരു പകരം സഹനം ആരെങ്കിലും കണ്ടെത്തണം. ഓർക്കണം, ഒരമ്മ ഓർക്കണം, അപ്പൻ ഓർക്കണം, ഞങ്ങൾ സഹിച്ചില്ല പിന്നെ ഈ ലോകമില്ല, മക്കളില്ല, തലമുറയില്ല. നിലനിൽക്കണോ ഞങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ. ഈ ഒരു പകരം സഹനം യേശു പഠിപ്പിക്കുന്നുണ്ട്, പ്രവാചകന്മാരോട് പഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലും പകരം സഹിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതൊരു നഷ്ടക്കച്ചവടമല്ല, അതുവഴി ഒരു വലിയ നേട്ടം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഉപരി നന്മ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ സഹനത്തെ കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ എനിക്ക് ബൈബിളിൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള പരീക്ഷണങ്ങളൊന്നും ദൈവം അനുവദിക്കില്ലെന്നാണല്ലോ. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതേ തരുവുള്ളെന്ന്. ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല അവസാനമാണെന്നൊക്കെ, പക്ഷെ അതല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഏതായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഓർക്കുവാണ്, മനുഷ്യനെ ബോൾഡ് ആക്കാൻ കുറച്ച് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ഇടയ്ക്കിടയ്ക്ക് സഹനങ്ങളും അല്ലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനിവാര്യമാണ് എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കുടുംബജീവിതത്തിൽ സഹനങ്ങൾ വരും, പക്ഷെ ആ സഹനങ്ങളെ വളരെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്ത് നമ്മുടെയൊക്കെ ഉപരിനന്മയ്ക്ക് അത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡോടെ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു.